ഹലോ വെൽക്കം ടു ചീമാസ് കിച്ചൺ. അപ്പോൾ ചീമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മുളകിട്ടതാണ്, മീൻ മുളകിട്ടതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അല്പം ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം വരും. ഉലുവയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 10 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും ആവശ്യമാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിനെ വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് വരെ ഏകദേശം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാനുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും സവാളയുമാണ്. ആദ്യമായിട്ട് ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഏകദേശം 1 കപ്പോളം വരും. അതിലേക്ക് ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് വഴറ്റി കിട്ടാൻ പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം, ഒന്ന് വഴറ്റി വരണം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് പുതിർത്ത് വെക്കാനുണ്ട്. ഞാനിതിലേക്ക് ആവശ്യമായിട്ട് ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. നമ്മുടെ ചെറിയുള്ളി സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം വരും, അതെടുക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ, തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനുണ്ട്. ഞാനിതിനൊന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റോളം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ കൂടെ ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാമറിൻ വാട്ടർ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഏകദേശം 300 മില്ലി ലിറ്റർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം കൂടെ ചേർത്ത് നമ്മുടെ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നിതിലേക്ക് ചേർക്കുന്നത് ട്യൂണ ഫിഷാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ട്യൂണ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഒട്ടുമിക്ക ആൾക്കാർക്കും ട്യൂണ ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ കറി വെക്കുന്ന സമയത്ത് ട്യൂണ അതിലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റിലേക്ക് അത് വരും. അപ്പം ഞാൻ ഫിഷൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിതിനൊന്ന് അടച്ച് വെച്ച് ഏകദേശം 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ ആ ഒരു ലെയറായിട്ട് ഓയിലൊക്കെ ഒന്ന് മേലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കാണുന്നില്ലേ, ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെള്ളം കൂടെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറി റെഡിയായി എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിൻ്റെ മേലെ ആ ഒരു ലെയർ പോലെ നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത ഓയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എല്ലാവരും നമ്മുടെ ചാനൽ കാണാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.